കാറ്റത്തെ കിളിക്കോടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ടിങ് തന്നെ മേലാതെ കിടക്കുന്ന നികേഷിനെ നോക്കുന്ന നിധിയാണ് കാണുന്നത്. അപ്പോഴത്തേക്കും നികേഷ് ഭയങ്കരമായിട്ട് വിറച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് നിധി നോക്കുമ്പോഴത്തേക്കും ടാബ്ലറ്റ് ഒന്നും കാണത്തില്ല. അപ്പോൾ നിധി എന്ന് അച്ഛനോട് ചോദിക്കും, വേറെ ആരും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛനോട് ചോദിക്കും, ടാബ്ലറ്റ് മേടിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിക്കും, പനിയുടെ ടാബ്ലറ്റ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട് അത് ശരിയാ, ആർക്കാ പനിയെന്ന് ചോദിക്കും. പറയും നികേഷിനാന്ന് പറയുമ്പോഴത്തേക്കും പറയും, ഇനി ടാബ്ലറ്റ് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ ഉടനെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ടാബ്ലറ്റ് മേടിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് നിധി പറയും, നിധി അപ്പോൾ പറയുകയാണ് ഒരു ചായപ്പൊടി കൂടെ മേടിച്ചുകൊണ്ട് വരണമെന്ന് അച്ഛനോട് പറയും. അപ്പോൾ അച്ഛൻ പറയും മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കും നിധി ചോദിക്കും, അല്ല പൈസ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും നിധിയോട് പറയും, മോളെ എൻ്റെ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ നീ നിൻ്റെ ബാങ്ക് അക്കൗണ്ട് കിട്ടോ, ഇതിനൊക്കെ ഉള്ള പൈസ എൻ്റെ കയ്യിലുണ്ടെന്ന് ഇങ്ങനെ അച്ഛൻ പറയണം. അങ്ങനെ പറഞ്ഞിട്ട് സൈക്കിളും എടുത്ത് പാട്ടും പാടി ഇങ്ങനെ പോകുന്ന ആ ഒരു സീൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് അച്ഛൻ ഇത് മേടിച്ചുകൊണ്ട് വരുമ്പോൾ നിധി തുണി വിരിക്കുകയായിരിക്കും. അപ്പോൾ തുണി വിരിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ ഇതും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ തന്നെ അച്ഛനും നിധിയായിട്ട് നടക്കുന്നുണ്ട്. അവരുടെ ബോണ്ടെന്ന് പറയുന്ന ഭയങ്കര അടിപൊളിയായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അച്ഛനെ മരുന്ന് കൊടുത്തിട്ട് നിധിയുടെ കയ്യിലോട്ട് ഒരു മിഠായി കൊടുക്കും. അപ്പോൾ പുള്ളി എന്ന് പറയുന്ന ആളെന്ന് പറയാം, ആക്ച്വലി പുള്ളി സ്നേഹം കൊണ്ട് മേടിച്ചാണെങ്കിൽ അത് പറയാൻ ഇഷ്ടമല്ല. അപ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ പറയും വാത്സല്യം കൊണ്ട് മേടിച്ചതൊന്നും അല്ല, ചേഞ്ച് ഇല്ലാഞ്ഞുകൊണ്ട് മേടിച്ചാന്ന് പറഞ്ഞ് ഒരു മിഠായി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഒരു മഞ്ച് കൊടുക്കുക, മഞ്ചാണ് കൊടുക്കുന്നത്. ഒരു മഞ്ച് കൊടുക്കുമ്പോഴത്തേക്കും നിധി ശരി എന്ന് പറഞ്ഞ് അവൾക്ക് കാര്യം മനസ്സിലായി. എന്നേരത്തേക്കും പറയും, അല്ലല്ലോ ഇങ്ങനെ പനി വന്നു കഴിഞ്ഞാൽ എപ്പോഴും മരുന്ന് കൊടുക്കുന്ന അത്ര നല്ല പരിപാടിയല്ല എന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്കും നിധി ചോദിക്കും, അല്ല അച്ഛനല്ലേ പറഞ്ഞത് മാറിയില്ലെങ്കിൽ ആ ഹെൽത്തിൽ കൊണ്ടുപോയി കാണിക്കാൻ, എന്നിട്ട് ഇപ്പം തന്നെ വാക്ക് പറ്റി പറയണം. അല്ല അതിപ്പം നമ്മളെല്ലാം കാണുന്ന വെച്ച് പറയുന്നതാണല്ലോ. അല്ലെങ്കിൽ അവൻ്റെ അമ്മ ഇങ്ങനെ തന്നെ ഇരുന്ന് ലോറിയിലെ കൊണ്ടുവരാൻ 6 ദിവസം എടുക്കും. അപ്പോഴത്തേക്കും അതിൽ 4 ദിവസവും അവൾക്ക് പനി തന്നെയാണ്, ഇതുപോലെ തന്നെ പെട്ടെന്ന് പനി വരും എന്നിങ്ങനെ പറയും. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും നിധി കുറേ കാര്യങ്ങൾ അവൻ്റെ അമ്മേനെ പറ്റി ചോദിക്കുക, എവിടുന്നാണ് കൊണ്ടുവന്നേ? അപ്പോൾ പറയും അതൊരു സ്ഥലത്തുനിന്ന് എന്നിങ്ങനെ പറയും. അപ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുപോയത്, ഇപ്പം എവിടാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അച്ഛന് പറയാൻ നല്ല സൗകര്യമില്ലെന്ന് ഇങ്ങനെ എന്തോ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നിധി പറയും, ഒരു ദിവസം അച്ഛൻ തന്നെ എന്നെ വിളിച്ചെടുത്ത് എല്ലാ കഥയും പറയുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നിധി അകത്തോട്ട് പോവാണ്. അങ്ങനെ നികേഷ് മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നികേഷ് നന്നായിട്ട് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവൻ വന്ന് ടേബിളിലിരിക്കുമ്പോൾ ഏട്ടത്തിനെ വിളിക്കും. ഏട്ടത്തിന്ന് വിളിക്കുമ്പോഴത്തേക്കും നിധി പറയും കുറഞ്ഞോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് പറയും, ഞാനിപ്പോൾ ഒരു കോഫി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു കോഫി എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും. ആ കോഫി കുടിച്ച